നമ്മളൊക്കെ നഖം മുറിക്കുന്നവരാണ് ഇല്ലേ? നഖം വളർന്നാൽ വലിയ പ്രയാസമാണ്. നമ്മുടെ ശരീരം ചിലപ്പോൾ മുറിയാനും അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാനും ഒക്കെ കാരണമാണ്. നഖം വളർത്തുന്നത് അധികം ഇഷ്ടമില്ലാത്തവരാണ് നമ്മളൊക്കെ. എന്നാൽ ഈ നഖം മുറിക്കുന്നതിന് കൂലിയുണ്ട്, നഖം മുറിക്കുന്നതിന് സുന്നത്തായ വശമുണ്ട്, നഖം മുറിച്ചില്ലെങ്കിലുള്ള കുറ്റങ്ങളുണ്ട് ഇല്ലേ? എന്താണെന്ന് നമുക്ക് ചുരുങ്ങിയ രൂപത്തിൽ കേൾക്കാം. എങ്ങനെയാണ് നഖം മുറിക്കേണ്ടത്? നഖം മുറിച്ചില്ല എങ്കിലുള്ള കുഴപ്പം എന്താണ്? നഖം മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതി എന്താണ്? നമുക്ക് സുന്നത്തിൻ്റെ കൂലി ലഭിക്കാൻ എങ്ങനെയാണ്, ഏതൊക്കെ നഖങ്ങളാണ്, ഏതൊക്കെ വിരലുകളാണ് ആദ്യം പരിഗണിക്കേണ്ടത്? ഇത്തരത്തിൽ ചെറിയ ചെറിയ സംഗതികൾ കൊണ്ട് നമുക്ക് വലിയ നേട്ടങ്ങൾ ലഭിക്കാൻ, നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ ഖൈറും ബറക്കത്തും ലഭിക്കാൻ കാരണമായി തീരുന്ന ചെറിയൊരു അമൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം. വീഡിയോ മുഴുവനായി കേൾക്കുക, ജീവിതത്തിൽ പകർത്തുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ ദീൻ നമുക്കെല്ലാത്തിനും മാർഗദർശിയാണ് അല്ലേ? എല്ലാ കാര്യത്തിനും മാർഗദർശനം നൽകിയിട്ടുണ്ട്. എല്ലാ വിഷയവും പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അടുക്കള മുതൽ മണിയറ വരെ, അതുപോലെ അങ്ങാടി വരെ, നമുക്ക് വേണ്ട സംഗതികളെല്ലാം, ഉപ്പ് മുതൽ കർപ്പൂരം വരെ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കണം, ഉപയോഗിക്കേണ്ട, ഒഴിവാക്കണം, ഇതൊക്കെ ഇസ്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടാണ് ശുചിത്വത്തിൻ്റെ കാര്യം. ശുദ്ധിയാകണം. നമ്മൾ കുളിക്കാറുണ്ട്, വുദൂ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സമയമാണെങ്കിൽ തയമ്മും ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യും. എന്നാൽ അക്കൂട്ടത്തിൽ തന്നെ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി വലിയ ഒരു മഹത്വത്തോടു ഫضലോടുകൂടി മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയാണ് നഖം മുറിക്കുക. നമ്മളുടെ നഖങ്ങൾ മുറിച്ച് എന്ത് ചെയ്യുക? കളയുക. നഖം മുറിക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ പൊന്തി വരുന്ന നഖങ്ങൾ, കൂടി വരുന്ന നഖങ്ങൾ അത് വെട്ടിക്കളയുക എന്നുള്ളത്. എന്നാൽ ഈ വെട്ടുന്നതിന് സുന്നത്തിൻ്റെ കൂലിയുണ്ട്. ഈ വെട്ടുന്നതിന് സുന്നത്തായ വശം മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട് അല്ലേ? വെട്ടിയില്ലെങ്കിലുള്ള ദൂഷ്യഫലങ്ങൾ അവർ പറഞ്ഞു തരുന്നുണ്ട്. മഹാന്മാർ പറഞ്ഞു തരുന്നതായി കാണാം. 40 ദിവസത്തേക്കാൾ കൂടുതൽ നഖം വളർത്തുക എന്നുള്ളത് ഇബിലീസ് നമ്മെ സ്വാധീനിക്കാൻ കാരണമായി തീരുന്നൊരു സംഗതിയാണ്. ശൈത്വാന് കൂടുകൂട്ടാൻ പറ്റിയ ഒരു ഇടമാണ് നഖത്തിൻ്റെ ഇടഭാഗം. കാരണം അഴുക്കുകൾ തങ്ങി നിൽക്കാൻ ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായ ഒരു സ്ഥലമാണ് നഖം. ഈ നഖം വളർന്ന ആളുകൾക്കറിയാം, എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നഖത്തിൻ്റെ ഇടം മുഴുവൻ എന്തായിട്ടുണ്ടാവും? അഴുക്ക് കയറിയിട്ടുണ്ടാവും. പിന്നെ അത് കുത്തിക്കളയാൻ നടക്കണം. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ നഖം ഇങ്ങനെ അഴുക്കോട് കൂടിയിട്ടുണ്ടാവും. ഭക്ഷണം കഴിക്കുന്ന സമയത്തും അല്ലെങ്കിൽ മറ്റ് സംഗതികൾ നിസ്കരിക്കുന്ന സമയത്തൊക്കെ ഇതുണ്ടാവും. ഉതു കൊടുക്കുമ്പോൾ വെള്ളം കയറാതെ ബുദ്ധിമുട്ട് വരും. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ട്. പക്ഷേ അത് ഞാൻ സൂചിപ്പിക്കാം. ഇബിലീസിന് ഈ അഴുക്കുള്ള സ്ഥലം വലിയ ഇഷ്ടമാണ്. ഇബിലീസ് പാർക്കാൻ, കൂടുകൂട്ടാൻ തിരഞ്ഞെടുക്കുന്നത് ഇത്തരത്തിൽ അഴുക്ക് പിടിച്ച സ്ഥലങ്ങളാണ്. മനുഷ്യ ശരീരത്തിൽ ഇങ്ങനെ അഴുക്ക് തങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിൽപ്പെട്ടതാണ് നഖങ്ങളുടെ ഇടഭാഗം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? നഖം വെട്ടി വൃത്തിയാക്കുക. 40 ദിവസത്തേക്കാൾ കൂടുതൽ അധികരിപ്പിക്കാൻ പാടില്ല. ഒരാഴ്ച 2 ആഴ്ചയ്ക്ക് ആകുമ്പോഴേക്കും നമ്മുടെ നഖം അത്യാവശ്യം വളർന്നിട്ടുണ്ടാവും. ഈ 40 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല നീളം വെച്ചിട്ടുണ്ടാവും. പറഞ്ഞാൽ ഇനി അതിനേക്കാൾ കൂടുതൽ ഒരാൾ അധികരിപ്പിച്ചുകൊണ്ട് ഈ നഖം വളർത്താൻ ചില ആളുകളുടെ കൈയും കാലമൊക്കെ ഉണ്ടാവും. അവിടെ ഇവിടെയൊക്കെ നഖങ്ങൾ കൂർത്തിരിക്കുന്ന കാര്യം. ഈ പുലീൻ്റെയൊക്കെ നഖം പോലെ എന്ത് ചെയ്യുക? ചില നഖങ്ങൾ മാത്രം കൂർത്ത് വെപ്പിച്ചേക്കാം അല്ലേ? എന്തെങ്കിലും ജോലി ആവശ്യങ്ങളൊക്കെ വേണ്ടി ഇപ്പോൾ ചില മൊബൈൽ ഷോപ്പ് നടത്തുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു നഖം എന്ത് ചെയ്യും? നീട്ടി വളർത്തിയിട്ടുണ്ടാവും. അതെന്തിനു വേണ്ടിയിട്ടാണ്? അവർ ഈ ഫോണിൻ്റെയൊക്കെ ഡിസ്പ്ലേ തട്ടാനും അല്ലെ ബാഗ് തുറക്കാനും ഒക്കെ ഉപകാരത്തിനാണ്. കഴിവിൻ്റെ പരമാവധി അതും വെട്ടി ഒഴിവാക്കുക. അത്യാവശ്യം ഉണ്ടെങ്കിലും ശരി, എന്ത് ചെയ്യാം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെട്ടി ഒഴിവാക്കാൻ പറഞ്ഞൊരു സംഗതി നമ്മൾ വെച്ചുകൊണ്ടിരിക്കുക, ഒരു ബർക്കത്തുണ്ടാവില്ല. ഇത് തുറക്കാൻ മറ്റെന്തെങ്കിലും ടൂൾസ് ഉപയോഗിച്ചാൽ മതിയല്ലോ അല്ലേ? അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യാം? നമുക്ക് ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ടതാണ് നഖം മുറിക്കുക. എപ്പോഴാണ് നഖം മുറിക്കേണ്ടത്? വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കലാണ് നല്ലത്. അല്ലെങ്കിൽ വ്യാഴാഴ്ച അസർ മുതൽ ഇപ്പോൾ എന്ത് ചെയ്യുക? വെള്ളിയാഴ്ച അസർ വരെയുള്ള ഏതെങ്കിലും ഒരു സമയത്ത്, വെള്ളിയാഴ്ച ജുമായ്ക്ക് മുമ്പായിട്ട് വെട്ടൽ അഫ്ളലാണ് എന്നൊക്കെ കിതാബുകളിൽ കാണാൻ കഴിയും. വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കലാണ് ഏറ്റവും നല്ലത്. 40 ദിവസത്തേക്കാൾ കവിയാതിരിക്കുക. കാരണം ഈ മീശ, അതുപോലെ താടി, അതുപോലെ ഗുഹ്യ രോമങ്ങൾ, അതുപോലെ ആവശ്യമില്ലാത്ത രോമങ്ങൾ, അതുപോലെ എന്ത് ചെയ്യുക? ഈ നഖങ്ങൾ, ഇതൊക്കെ വെട്ടി വൃത്തിയാക്കലാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ സൗന്ദര്യമായി പഠിപ്പിക്കപ്പെട്ടത്. ഒരു മനുഷ്യ ശരീരത്തിന് ശുദ്ധിയായി പരിഗണിക്കപ്പെട്ടത്. അതുപോലെ പഠിപ്പിക്കപ്പെട്ട ഈ സംഗതികൾ എന്ത് ചെയ്യാം? നമ്മൾ കൃത്യമായി ചെയ്യാത്ത സാഹചര്യത്തിൽ നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാനും ഇൻഫെക്ഷനുകൾ വരാനും ശരീരത്തിൽ അണുക്കൾ അധികരിക്കാനും ഒക്കെ കാരണമായി തീരും. അതൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ ഉണ്ടാക്കിയെടുക്കും. അതുകൊണ്ടാണ് സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട ഈ സംഗതികളുടെയൊക്കെ ശാസ്ത്രീയ വശം നോക്കിയാൽ നമുക്ക് വലിയ ബെനിഫിറ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അത് ശ്രദ്ധിക്കുക, നമ്മുടെ മക്കളെ ശീലിപ്പിക്കുക. അവരെ കൊണ്ട് എന്ത് ചെയ്യുക? അവരുടെ നഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കി കൊടുക്കുക. ചെറിയ മക്കളാകുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ നഖം മുറിക്കാൻ പ്രയാസം ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യുക? നഖം വൃത്തിയാക്കി കൊടുക്കാം. ഇനി എങ്ങനെയാണ് നഖം മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ഏതൊക്കെ വിരലുകളാണ് ആദ്യം വെട്ടേണ്ടത്? അതിനൊക്കെ സുന്നത്തായ ഒരു വശം പഠിപ്പിച്ചു തരുന്നുണ്ട് ഇല്ലേ? മഹത്തുക്കൾ, ഉലമാക്കൾ പറഞ്ഞു തരുന്നുണ്ട്. ആദ്യം വലത് കൈയിൻ്റെ ഈ ചൂണ്ടുവിരൽ, ഇതിൽ നിന്നാണ് തുടങ്ങേണ്ടത്.
വലത് കൈയുടെ കൈ മുറിക്കും, കൈയുടെ നഖം മുറിക്കുമ്പോൾ വലത് കൈയുടെ ചൂണ്ടുവിരൽ തുടങ്ങി, രണ്ടാമത് ഈ നടുവിരൽ, മൂന്നാമത് ഈ മോതിരവിരൽ, അതിനുശേഷം എന്ത് ചെയ്യുക ഈ ചെറുവിരൽ, അതിനുശേഷം ഈ തള്ളവിരൽ. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത് വരേണ്ടത്. രണ്ടാമത് തുടങ്ങേണ്ടത് എന്ത് ചെയ്യുക ഈ ചെറുവിരൽ മുതൽ, ഈ ഇടത് കൈ വരുമ്പോൾ ഈ ചെറുവിരൽ മുതൽ ഇങ്ങനെ എന്ത് ചെയ്യുക ഫുള്ളായിട്ട്, ശേഷം ഈ വിരൽ, മൂന്നാമത് നടുവിരൽ, അതിന് ചൂണ്ടുവിരൽ, പിന്നെ തള്ളവിരൽ. ഇങ്ങനെയാണ് കൈയുടെ നഖങ്ങൾ മുറിക്കേണ്ടത്. ഈ സുന്നത്തായ രൂപം പഠിപ്പിക്കപ്പെട്ടത് അങ്ങനെയാണ്. ഇനി കാലിൻ്റെ വിരൽ മുറിക്കുന്നതോ അത് ചെറുവിരൽ മുതൽ, വലത് കാൽ ആദ്യം കട്ട് ചെയ്യുക, വലത് കാലിൻ്റെ വിരൽ ആദ്യം മുറിക്കുക, അത് ചെറുവിരൽ മുതൽ തുടങ്ങി എന്ത് ചെയ്യുക തള്ളവിരൽ വരെയും, മറ്റേ അപ്പുറത്തുനിന്ന് എന്ത് ചെയ്യുക തള്ളവിരൽ മുതൽ തുടങ്ങി ചെറുവിരൽ വരെയും അവസാനിപ്പിക്കുന്ന രൂപം മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നതായി കാണാം. ഈ ശുദ്ധീകരണ സമയത്ത്, അതായത് നമ്മൾ ഈ നഖം മുറിക്കുമ്പോഴും അതുപോലെ തന്നെ ശുദ്ധീകരണമൊക്കെ നടത്തുന്ന സമയത്ത് മുഴുവനായി മൊത്തത്തിൽ ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട ഒരു ദിക്റുണ്ട്, അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി എന്നുള്ളത്. അള്ളാഹു നീ ശുദ്ധീകരിപ്പിച്ച് തരണേ അള്ളാഹു എന്നാണ്. എന്താ അള്ളാഹു എന്നെ നീ ശുദ്ധിയാക്കി തരണേ എന്ന ആ ഒരു ആശയം വരുന്ന ഈ ഒരു ദിക്ർ ചൊല്ലൽ പ്രത്യേകം പരിഗണനയിൽ മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ തുടങ്ങിയിട്ടുള്ള ദിക്റുകളെ എന്ത് ചെയ്യുക ഈ ദിക്റും നമ്മൾ നഖം വെട്ടുന്ന സമയത്ത് അധികരിപ്പിക്കാം, അതിങ്ങനെ ചൊല്ലിക്കൊണ്ട് ചെയ്യുക. ഇതൊക്കെ കൂലി നൽകപ്പെടുന്ന അഅ്മാലുകളിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ ബുധനാഴ്ച നഖം വെട്ടുന്നത് ഒഴിവാക്കാൻ പഠിപ്പിക്കപ്പെട്ടതായി കാണാം. ഒരു ദഈഫായ ഹദീസിൽ ഇപ്രകാരം ഒരു മഹാനവറുകൾ കണ്ടു. അങ്ങനെ അദ്ദേഹം ഒരു ബുധനാഴ്ച നഖം വെട്ടി. പക്ഷേ അദ്ദേഹം ചിന്തിച്ചത് എന്താണ്, ദഈഫായ ഹദീസ് അല്ലേ എന്ന് കരുതിയിട്ട്, അതായത് പ്രബലമായ ഹദീസൊന്നും അല്ലല്ലോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു, ബുധനാഴ്ച അദ്ദേഹം നഖം വെട്ടി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ വെള്ളപ്പാണ്ട് വരികയുണ്ടായി. വെള്ളപ്പാണ്ട് വന്നു. സ്വപ്നത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദ്ദേഹം കാണുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച ചോദ്യവും അവിടുന്ന് കിതാബുകളിൽ ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് ചോദിച്ചത്? ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു സംഗതി, അത് ദഈഫാകട്ടെ എന്തോ ആയിക്കോട്ടെ, സ്വഹീഹ് ആയിക്കോട്ടെ, ആ പറഞ്ഞ സംഗതി അത് നീ എന്തിനാണ് ചെയ്തത് എന്ന് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഈ മഹാനുഭാവനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചതായി കിതാബുകളിൽ, ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് മുത്തുനബി തങ്ങൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞൊരു അള്ളാഹുവിൻ്റെ വലിയ ആലിമീങ്ങളിൽപ്പെട്ട വലിയൊരു പണ്ഡിതൻ അല്ലെങ്കിൽ മഹത്തുക്കളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ അത് പഠിപ്പിച്ചു തരുമ്പോൾ എന്തിനാണ് അതിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടേണ്ട ആവശ്യം നമുക്കില്ല. മുത്തുനബി തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു സംഗതി പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ആ അമൽ ചെയ്യുന്നതിന് ഒരാളുടെയും തെളിവ് ആവശ്യം ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാത്ത പക്ഷം നമ്മുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകാൻ, നമ്മുടെ ഇബാദത്തുകളൊക്കെ നശിച്ചു, ഈ ശുദ്ധീകരണം കൃത്യമായി നടന്നിട്ടില്ല എങ്കിൽ, ഇപ്പോൾ നഖത്തിനിടയിൽ അഴുക്ക് കയറിയിരുന്നു കഴിഞ്ഞാൽ അവിടെ എന്താവൂല, അവിടെ വെള്ളം ഇറങ്ങൂല. വെള്ളം ഇറങ്ങാത്ത ആളുടെ ജനാബത്ത് കുളിക്കുന്ന ആളാണെങ്കിൽ ആ കുളി ശരിയാകൂല, അല്ലേ? ഫർദ് കുളിക്കുന്ന ആൾക്ക് ഫർദ് കുളി ശരിയാകൂല. വുദു ചെയ്യുമ്പോൾ വുദുവിൻ്റെ വെള്ളം കയറിയില്ലെങ്കിൽ ആ വുദുവും ശരിയാകൂല, അല്ലേ? അത്തരത്തിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ വരും. അതൊക്കെ ശരിയായിട്ടില്ല എങ്കിൽ നമ്മുടെ നിസ്കാരങ്ങളും മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു പോകാൻ, നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി തീരും. അപ്പോൾ ശുദ്ധീകരണം വലിയൊരു വിഷയമാണ്. അപ്പം നഖം, ആവശ്യമില്ലാത്ത നഖങ്ങൾ മുറിച്ചു മാറ്റൽ, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത രോമങ്ങൾ നീക്കം ചെയ്യൽ, ഇതൊക്കെ നമ്മുടെ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമാണ്. കുളിക്കുന്നത് പോലെ ഒതു കൊടുക്കുന്നത് പോലെയൊക്കെ ശുദ്ധീകരിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹു നമ്മയും കുടുംബത്തെയും ഒക്കെ ത്വഹാറത്തിൻ്റെ അഹ്ലുകാരാക്കി അള്ളാഹു കബൂലാക്കുമാറാട്ടെ. അല്ലാഹുമ്മ ജഅൽനി മിനൽ മുത്തത്വഹീരീൻ, അള്ളാഹു എന്നെ ശുദ്ധിയുള്ളവരിൽ പെടുത്തണേ എന്ന് നമ്മളെപ്പോഴും വുളൂ ചെയ്തതിന് ശേഷം ദുആ ചെയ്യുന്നവരാണ്. അത് പൂർണ്ണമായ ശുദ്ധിയിൽ അള്ളാഹു എത്തിച്ചേരുമാറാകട്ടെ. നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിലും അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോ മുഴുവൻ കണ്ടവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.